കഴിഞ്ഞ ദിവസം ഇറാന്റെ ടൗസ്ക എന്നറിയപ്പെടുന്ന കാർഗോ കപ്പൽ അമേരിക്ക പിടിച്ചെടുത്തിരുന്നു. എന്നാൽ ഈ കപ്പലും അതിലുള്ള ഉദ്യോഗസ്ഥരെയും തിരിച്ചയച്ചിട്ടില്ല എങ്കിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നാണ് ഇപ്പോൾ ഇറാൻ വാണിംഗ് നൽകിയിരിക്കുന്നത്. ഇറാൻ വളരെ കൃത്യമായി പറഞ്ഞു. ഇറാൻ ഇപ്പോൾ വളരെ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്, വലിയ രൂപത്തിലുള്ള പ്രത്യാഘാതം ഉണ്ടാകും എന്നതിലപ്പുറം സൂൺ റെസ്പോണ്ട് ആൻഡ് റിറ്റാലിയേറ്റ് എന്നാണ്. വളരെ ഉടനെ തന്നെ അതിന്റെ പ്രതികരണം ഉണ്ടാകും. കഴിഞ്ഞ ദിവസം ഇറാന്റെ മിലിറ്ററി നേതാവ് പറഞ്ഞിരുന്നത്, വളരെ പെട്ടെന്ന് അറ്റാക്ക് ചെയ്യാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം അതിൽ ഞങ്ങളുടെ ഉദ്യോഗസ്ഥർ കപ്പലിലുണ്ട്, ജീവനക്കാരുണ്ട്. ആ ജീവനക്കാരുടെ ജീവൻ എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്നുള്ള ഒരു തിരിച്ചടിയിലേക്ക് ഞങ്ങൾ നീങ്ങുന്നില്ല. അതേസമയം വേണ്ട രൂപത്തിലുള്ള ആവശ്യമായ സമയത്ത് കൃത്യമായ രീതിയിലുള്ള തിരിച്ചടികൾ ഉണ്ടാകുമെന്നാണ്. എന്നാൽ ഇപ്പോൾ പറയുന്നത് വളരെ പെട്ടെന്ന് തന്നെ റെസ്പോണ്ട് ചെയ്യാനുള്ള, റിറ്റാലിയേറ്റിനുള്ള ശക്തമായ നീക്കം നടക്കുകയാണ്. വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചടി ഉണ്ടാകും എന്നാണ് പറയുന്നത്. അതേസമയം തൊട്ടടുത്ത ദിവസം തന്നെ പാകിസ്ഥാനിൽ വെച്ച് അമേരിക്കയും അതുപോലെ ഇറാനും സമാധാന ചർച്ചകൾ നടക്കാനിരിക്കുന്ന ഈ ഘട്ടത്തിൽ ഇറാൻ ഇപ്പോൾ പൂർണ്ണമായും അത് തിരസ്കരിച്ചിരിക്കുകയാണ്. അമേരിക്കയുടെ ഉദ്യോഗസ്ഥർ ഇപ്പോൾ പാകിസ്ഥാനിലേക്ക് ചർച്ചയ്ക്ക് വേണ്ടി എത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതവരുടെ സ്വന്തം കാര്യമാണ്. ഞങ്ങളിപ്പോൾ അങ്ങനെയുള്ള ഒരു ചർച്ചയെക്കുറിച്ച് ആലോചിക്കുന്നില്ല എന്നാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട കാര്യം, ഭീഷണിക്ക് കീഴിലായി ഒരു ചർച്ചയ്ക്ക് പ്രസക്തിയില്ല എന്നാണ്. ഇറാന്റെ പാർലമെന്റ് സ്പീക്കർ ഖാലിബാഫ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്, ട്രംപ് സീക്സ് ടു ടേൺ ദിസ് നെഗോഷിയേഷൻ ടേബിൾ ഇൻ ടു എ ടേബിൾ ഓഫ് സറണ്ടർ എന്നാണ്. ഞങ്ങൾ കീഴൊതുങ്ങണം, ഞങ്ങൾ അമേരിക്കക്ക് മുന്നിൽ ഒതുങ്ങിക്കൊടുക്കണം, കീഴടങ്ങണം. അതിനുവേണ്ടിയാണ് ഇപ്പോൾ ഈ നെഗോഷിയേഷൻ ടേബിള് ഈ അമേരിക്ക ഒരുക്കുന്നത് എന്നാണ്. എന്നാൽ അത്തരം ഒരു ചർച്ചയ്ക്ക് ഇറാൻ തയ്യാറല്ല എന്ന് കൃത്യമായി പറയുകയാണ്. അമേരിക്കയുടെ ആവശ്യങ്ങൾ യുദ്ധം ചെയ്ത് അവർക്ക് നേടിയെടുക്കാൻ കഴിയില്ല. പിന്നെ ആ കാര്യങ്ങൾ ഭീഷണിയിലൂടെ നേടിയെടുക്കാനാണ് ട്രംപ് ശ്രമിക്കുന്നത്. അത്തരം വിദ്യകളൊന്നും ഇറാന് മുന്നിൽ വിജയിക്കുകയില്ല എന്ന് കൃത്യമായി ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ്. വി ഡു നോട്ട് ആക്സെപ്റ്റ് നെഗോഷിയേറ്റിംഗ് അണ്ടർ ദി ഷാഡോ ഓഫ് ത്രെറ്റ്. ഭീഷണികൾക്ക് പിന്നിലായി ഞങ്ങൾ ഒരു ചർച്ചയ്ക്ക് തയ്യാറല്ല. അതേസമയം അദ്ദേഹം വളരെ ഗുരുതരമായ മറ്റൊരു കാര്യം പറഞ്ഞിരിക്കുന്നത്, ആൻഡ് ഓവർ ദി പാസ്റ്റ് 2 weeks വി ഹാവ് പ്രിപ്പയർഡ് ന്യൂ കാർഡ്സ് ഓൺ ദി ബാറ്റിൽ ഫീൽഡ് എന്നാണ്. അതായത് ഞങ്ങളിപ്പോൾ ഈ 2 ആഴ്ച സമയം വെടിനിർത്തിയിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ ഞങ്ങൾ പുതിയ ആക്രമണ രീതികൾ, പുതിയ കാർഡുകൾ ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. ആ കൂടുതൽ പുതിയ ലക്ഷ്യങ്ങളാകാം, അല്ലെങ്കിൽ പുതിയ ആയുധങ്ങളാകാം. ഇങ്ങനെയുള്ള വ്യത്യസ്തമായ പദ്ധതികൾ ഞങ്ങളിപ്പോൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ആ രീതിയിലായിരിക്കും ഇനിയുണ്ടാകുന്ന തിരിച്ചടികൾ. എന്നാൽ ഇറാനും ഇസ്രായേലും ഈ ഒരു ഘട്ടത്തിൽ ഇറാനെതിരെയുള്ള തിരിച്ചടികൾ ഏത് രൂപത്തിലാക്കണമെന്ന് ഇപ്പോൾ ഈ ഒരു വെടിനിർത്തലിനിടയിൽ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറാന്റെ ഭാഗത്തുനിന്നും പൂർണ്ണമായും വ്യത്യസ്തമായ രീതിയിലുള്ള ആക്രമണങ്ങളായിരിക്കും ഉണ്ടാവുക എന്നാണ് ഇറാനും ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്.